എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഒരു പെട്രോൾ പമ്പിൽ പോകും പെട്രോൾ അടിക്കാൻ. പക്ഷെ അവരുടെ സമ്മതം ഇല്ലാതെ, അവരുടെ ചോയ്സ് ഇല്ലാതെ, അവരുടെ പെർമിഷൻ ഇല്ലാതെ പെട്രോളിൽ ഗവൺമെന്റ് എന്ന് വേറൊരു സാധനം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. भारत ने एक और बड़ा कदम उठाया है. आज हमने पेट्रोल में 20% इथेनॉल ब्लेंडिंग के लक्ष्य को 2025 तक पूरा करने का संकल्प लिया. പലർക്കും ഞാൻ ഈ പറയുന്ന കാര്യം ആക്ച്വലി നടക്കുന്നുണ്ടെന്ന് അറിയത്ത് പോലുമില്ല. അടുത്ത പ്രാവശ്യം നിങ്ങളൊരു പമ്പിൽ പോയി 100 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന സമയത്ത് ആക്ച്വലി 80% മാത്രമേ നമുക്ക് പെട്രോൾ വരുന്നുള്ളൂ. 20% എത്തനോളാണ്. നിങ്ങളുടെ സമ്മതം ഇല്ലാതെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഷുഗർ കെയിനും മെയ്സിന്നും റൈസിന്നുമാണ്. ആരും നിങ്ങൾക്ക് ഒരു ചോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നില്ല. 2023 മുമ്പുള്ള വണ്ടികൾക്കെല്ലാം ഇതൊരു നൈറ്റ് മെയർ ആണ്. ആക്ച്വലി എഞ്ചിൻ കൊറോടാവുന്നു, മൈലേജ് കുറയുന്നു, ഇൻഷുറൻസ് ക്ലെയിം ഡിനൈ ചെയ്യുന്നു, പബ്ലിക് ഫണ്ടിന്റെ മിസ്യൂസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വെൽക്കം ടു E20. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ബൈക്കോ കാറോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളെയും അഫക്ട് ചെയ്യുന്നുണ്ട്. പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഗവൺമെന്റ് ഡോക്യുമെന്റ്സും ഇൻഡസ്ട്രി റിപ്പോർട്ട്സും ഫ്യൂവലിന്റെ സയൻസും വെച്ചിട്ട് ഞാൻ റിസർച്ച് ചെയ്തൊരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന ഈ കഥ ആക്ച്വലി ഒരു ഡിസിഷനാണ്. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിനെ അഫക്ട് ചെയ്തൊരു ഡിസിഷൻ. ഈ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ആരും ചോദിച്ചിട്ടില്ല. ഇതാണ് ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ രാജ്യം 1.4 ബില്യൺ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫ്യൂവൽ വില്ലിംഗ്ലി മാറ്റാൻ തീരുമാനിക്കുന്നത്? ഇന്ത്യക്ക് ആക്ച്വലി ഒരു വലിയ പ്രശ്നമുണ്ട്. അത് പിന്നും വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടുന്തോറും. ഇന്ത്യയിൽ ആക്ച്വലി ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഇല്ല. ഇന്ന് ഇന്ത്യയിൽ കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്ന 90% ക്രൂഡ് ഓയിലും നമ്മൾ പുറത്തുനിന്നാണ് ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്ക്. നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്ന ഓരോ ലിറ്റർ ഫ്യൂവലും നമ്മൾ ആക്ച്വലി നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഫാംസിൽ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പോളിസി മേക്കേഴ്സിന് എന്തുകൊണ്ടാണ് ഇത് ഭയങ്കര ഇഷ്ടമെന്ന്. അല്ലെങ്കിൽ ഗവൺമെന്റ് നാട്ടുകാരുടെ മുമ്പിൽ കൊണ്ടുവന്ന 3 പ്രോമിസുകളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. എനർജി ഇൻഡിപെൻഡൻസ്. നമ്മൾ ഓയിൽ ഉണ്ടാക്കുന്ന നേഷൻസിന് പൈസ കൊടുക്കുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. നമ്മുടെ പൈസ വേറെ രാജ്യങ്ങളിലേക്ക് പോകത്തില്ല. നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കും. രണ്ടാമത്തെ പ്രോമിസ്, നമ്മൾ നമ്മുടെ ഫാർമേഴ്സിനാണ് പൈസ കൊടുക്കാൻ പോകുന്നത്. ഫാർമേഴ്സിന്റെ പ്രോസ്പെറിറ്റിക്കാണ് നമ്മളിവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മുടെ നാട് തന്നെയാണ് വികസിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ പ്രോമിസ് എന്ന് പറയുന്നത് ക്ലീനർ ആയിട്ടുള്ള ഒരു എയർ, എമിഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഒരു ഗ്രീൻ ഫ്യൂച്ചർ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ആക്ച്വലി ഈ പ്രോമിസുകളെല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. ഇതിൽ തെറ്റുകൾ വരേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഈ ട്രാൻസിഷൻ ഓവർനൈറ്റ് സംഭവിക്കേണ്ട ഒരു കാര്യം മാത്രമായിരുന്നില്ല. ഇവരുടെ ഒറിജിനൽ പ്ലാൻ 2030 ഇത് റോൾ ഔട്ട് ചെയ്യണമെന്നായിരുന്നു. പേപ്പറിൽ നോക്കുന്ന സമയത്ത് ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോജക്ട്സിൽ ഒന്നായിരുന്നു നമ്മുടെ ഈ എനർജി റീഫർമേഷൻ. ഈ റീഫർമേഷന് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഡൽഹിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും മേക്ക് സെൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. 90% ഇമ്പോർട്ട്, ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുന്നു, ഷുഗർ കെയിൻ നമുക്ക് സർപ്ലസ് ആയിട്ടുണ്ടായിരുന്നു, ടെക്നോളജിക്കലി ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് വന്നായിരുന്നു, നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടുന്നുണ്ടായിരുന്നു. ഓരോ വർഷം വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബില്യൺസ് നഷ്ടം വരികയാണ് ബാക്കി രാജ്യങ്ങൾക്ക് കൊടുത്തോണ്ട്. ഗവൺമെന്റ് മുമ്പിലേക്ക് വെച്ച റോഡ് മാപ്പ് വായിക്കുന്ന സമയം ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. നമ്മുടെ ഈ ട്രാൻസിഷൻ ഡിസൈൻ ചെയ്ത ആളുകൾ തന്നെ ആക്ച്വലി ഇതിന്റെ വരും പോരായ്മകളെ പറ്റിയിട്ടും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തത് ഓരോ വണ്ടികളുടെ ഫ്യൂവൽ എഫിഷ്യൻസി മാറുന്നുണ്ടായിരുന്നു. രണ്ടാമത്തത് റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു റബ്ബർ കമ്പോണൻസ്, പ്ലാസ്റ്റിക്സ്, എലാസ്റ്റോമീറ്റർ, E20 ഉപയോഗിക്കുന്ന വഴി ഈ സാധനങ്ങൾക്കെല്ലാം പെർഫോമൻസ് കുറയുന്നുണ്ടായിരുന്നു വണ്ടികളിൽ. വണ്ടികളുടെ ഡിസൈൻ മാറ്റിയാൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മൂന്നാമത് ഇവർ പറഞ്ഞത് പണ്ടത്തെ വണ്ടികളിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി പറഞ്ഞത് ഇത് ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നല്ല, ഇതൊരു അൺറിയലിസ്റ്റിക് സിനാരിയോ എന്നാണ് അവർ പറഞ്ഞത്. ഈ പ്രോസസ്സിനെ ലാർജ് സ്കെയിൽ റെട്രോ ഫിറ്റിംഗ് എന്നാണ് പറയുന്നത്. ഒരിക്കലും നടക്കാത്തൊരു കാര്യം. അവരുടെ വാക്കുകളാണിത്. നാലാമത്തത് റിപ്പോർട്ട് ലിറ്ററലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു നേഷൻ വൈഡ് അവയർനെസ് ക്യാമ്പയിനുകൾ നടത്തണം. പോളിസീസ് ഒരിക്കലും എഴുതി വെച്ചു എന്ന് പറഞ്ഞ് സക്സസ്ഫുൾ ആവണമെന്നില്ലല്ലോ. അത് ആളുകൾക്ക് മനസ്സിലാവണം എന്താണിതെന്ന്. അവസാനമായിട്ട് റിപ്പോർട്ട് ആക്ച്വലി E10 അവൈലബിൾ ആയിട്ട് കീപ്പ് ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞത്. കൺട്രിയിൽ ഇങ്ങനെ ഒരു ലാർജ് സ്കെയിൽ ട്രാൻസിഷൻ നടക്കുന്ന സമയത്ത്. അപ്പൊ എന്താണ് മാറിയത്? ഈ കമ്മിറ്റി എന്ന് പറയുന്നത് നിതി ആയോഗ് വരുന്നുണ്ട്, മിനിസ്ട്രി ഓഫീഷ്യൽസ് വരുന്നുണ്ട്, സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമോട്ടീവ് മാനുഫാക്ചേഴ്സ് വരുന്നുണ്ട്, ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വരുന്നുണ്ട്, ഓയിൽ കമ്പനീസ് ഇൻവോൾവ് ആണ്. ഈ ഡിസിഷൻ ഒരിക്കലും സിമ്പിൾ ആയിരുന്നില്ല. ഇവർ പറഞ്ഞ ഈ റിസ്കുകളെല്ലാം ആളുകളെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു യഥാർത്ഥ ചോദ്യം. April 1, 2026 അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിൽ സംഭവിച്ചു. E20 ഇന്ത്യയിലെ പുതിയ നോർമൽ ആയിട്ട് മാറി. സാധാരണക്കാർക്കിടയിൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. അവർക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായില്ല. ആളുകൾ വീണ്ടും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, കുട്ടികളെ സ്കൂളിലാക്കുന്നുണ്ടായിരുന്നു, ഡെലിവറി റൈഡേഴ്സ് ഒക്കെ അവരുടെ ടാങ്ക് ഫില്ല് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ദിവസം തൊട്ട് ഇന്ത്യയിലെ എല്ലാ പെട്രോൾ പമ്പിലും ഒരേ പെട്രോൾ തന്നെയാണ് ആളുകൾക്ക് കൊടുത്തിരുന്നത്. E20 പുതിയ നോർമൽ ആയി കഴിഞ്ഞു. നിങ്ങൾ ഇതിനെ ഇങ്ങനെ ചിന്തിച്ചു നോക്കണം. 3 കാർ ഓണേഴ്സ്, ഒരാൾ കാർ 2025 മേടിക്കുന്നു, ഒരാൾ കാർ 2021 മേടിക്കുന്നു, ഒരാൾ 2017 മുമ്പ് മേടിക്കുന്നു. ഈ ട്രാൻസിഷൻ നടന്നത് ഒരേ ദിവസമാണെങ്കിലും ഇവർ 3 പേരും ഇതിനെ എക്സ്പീരിയൻസ് ചെയ്തത് സെയിം ആയിട്ടല്ല. കാരണം ഇവർക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡ് ചെയ്ത ഒറ്റ കാര്യത്തിലായിരുന്നു, ഏത് വർഷമാണ് ഇവരുടെ വണ്ടി നിർമ്മിക്കപ്പെട്ടത്. പുതിയ കാറുകൾ ആക്ച്വലി E20 വേണ്ടിയിട്ട് ഡിസൈൻഡ് ആയിരുന്നു. ഫ്യൂവൽ ഡ്രോപ്പേജ് എന്ന് പറയുന്ന ഒരു 1 to 2% എന്ന് പറയുമ്പോൾ ഒരു 15 കിലോമീറ്റർ കിട്ടുന്നുണ്ടായിരുന്നെങ്കിൽ അത് 14.8 കിലോമീറ്റർ പെർ ലിറ്റർ ആയി. വലിയ മാറ്റമൊന്നുമില്ല. രണ്ടാമത്തെ വെഹിക്കിൾ ഓണർ വേറൊരു പൊസിഷനിലാണ്. ഇത് ആക്ച്വലി ഒരു ഗ്രേ ഏരിയ ആണ്. ചില മൈനർ എഞ്ചിൻ അപ്ഡേറ്റ്സും സോഫ്റ്റ്വെയർ ചേഞ്ചസും വഴി ഇവരുടെ മോഡൽസ് കുറച്ചും കൂടെ റെഡി ആയിരുന്നു. എല്ലാ വെഹിക്കിളും റെഡിയല്ല, പക്ഷെ തീർച്ചയായിട്ടും കുറച്ച് വെഹിക്കിൾസ് റെഡി ആയിരുന്നു. മൂന്നാമത്തെ ഓണർ ഇതിന്
ഇതിനുവേണ്ടി പ്രിപ്പയർഡ് അല്ല. നമ്മുടെ ഗവൺമെന്റ് തന്നെ പറഞ്ഞു ഏകദേശം 6 തൊട്ട് 7% വരെ മൈലേജിൽ ഡ്രോപ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 15 കിലോമീറ്റർ പെർ ലിറ്റർ കിട്ടുന്ന ഒരാൾക്ക് 14 കിലോമീറ്റർ പെർ ലിറ്റർ ആയിട്ട് മാറി. തീർച്ചയായിട്ടും അത് ചെറുതാണ്, പക്ഷേ ഇമ്പാക്ട് ഉണ്ട്. എത്തനോൾ പുതിയൊരു കാര്യമൊന്നുമല്ല, പക്ഷേ ഹയർ ബ്ലെൻഡ് ഓഫ് എത്തനോൾ ഡിമാൻഡ് ചെയ്യുന്ന എഞ്ചിൻസ് ഉണ്ട്. അതുമായിട്ട് സ്പെസിഫിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻസ് ഉണ്ട്. അല്ലാത്ത വണ്ടികൾക്ക് പലതിനും കാലക്രമേണ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷേ പുതിയ എല്ലാ വണ്ടികളുടെ നിർമ്മാണം ഈ ട്രാൻസിഷൻ മനസ്സിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. പണ്ടത്തെ വെഹിക്കിൾസ് അഡാപ്റ്റ് ചെയ്യേണ്ടി വന്നു. 2026 ആവുന്ന സമയത്ത് പല ആളുകൾക്കും പ്രത്യേകിച്ച് ചോയ്സ് ഒന്നുമില്ല. ആ ചോയ്സ് ഇല്ലാതായി. ഈ ട്രാൻസിഷൻ ഒരേ ദിവസമാണ് സംഭവിച്ചതെങ്കിലും ഈ ട്രാൻസിഷന്റെ എഫക്ട് പലരും അനുഭവിച്ചത് ഡിഫറന്റ് ആയിട്ടാണ്. ഇത് ഓരോ ആളുകൾക്കും തുടങ്ങിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് എഫക്റ്റ് ആയി തുടങ്ങുന്ന നന്നായിരിക്കും. പലർക്കും ഇത് അറിയത്തോലുമില്ല. ഗവൺമെന്റ് പറഞ്ഞ കാര്യം ആ ട്രാൻസിഷൻ അവർ വിചാരിച്ചതിലും വർഷങ്ങൾക്ക് നേരത്തെ അവർക്ക് അത് ചെയ്യാൻ പറ്റി. ഒരു ചോദ്യം ബാക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ ഗവൺമെന്റ് പ്രോമിസ് ചെയ്ത എല്ലാ കാര്യവും അവർക്ക് ആക്ച്വലി ഡെലിവർ ചെയ്യാൻ പറ്റുമോ? അതായിരുന്നു ചോദ്യം. നമുക്ക് ആവശ്യമുള്ള എല്ലാ എവിഡൻസും നമ്മൾ കളക്ട് ചെയ്ത് ഇനി വിധി പറയാനുള്ള സമയമാണ്. E20 ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് പറഞ്ഞ 3 പ്രോമിസിലേക്ക് നമുക്ക് തിരിച്ചു പോകും. ആദ്യത്തത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഓയിലുള്ള നമ്മളെ ഡിപ്പെൻഡൻസ് കുറയ്ക്കും. എത്തനോൾ ബ്ലെൻഡിംഗ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 20% ആയിട്ടുണ്ട്. 4x സേവിങ്സ് ആക്ച്വലി അക്യുമുലേറ്റ് ആയിട്ടുണ്ട് സബ്സ്റ്റാൻഷ്യലി. ബട്ട് സ്റ്റിൽ നമ്മുടെ ഈ ഇമ്പോർട്ട് ഉണ്ടല്ലോ ക്രൂഡ് ഓയിലിന്റെ, അതിന്റെ ഡിപ്പെൻഡൻസ് പിന്നും കൂടുന്നതേ ഉള്ളൂ, കുറയുന്നില്ല. ഡേറ്റ സജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരെണ്ണം ഓട്ടോമാറ്റിക്കലി വേറെണ്ണത്തിലേക്ക് ലീഡ് ചെയ്താണോ എന്ന് നമുക്കറിയില്ല. രണ്ടാമത്തേന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഫാർമേഴ്സിനെ നമ്മൾ സഹായിക്കും. ആക്ച്വലി ഫാർമേഴ്സിന് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരുപാട് ക്യുമുലേറ്റീവ് പേയ്മെന്റ്സ് കിട്ടി, ഇൻവെസ്റ്റ്മെന്റ്സ് കൂടി, ഷുഗർ മിൽസ് ബെനിഫിറ്റ് ചെയ്തു. പക്ഷെ കഥ അവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ കോഴിക്ക് കൊടുക്കുന്ന ചോളം ഉണ്ടല്ലോ, അതിന്റെ ഇമ്പോർട്ട്, അതിന്റെ വില കൂടി. അത് പുറത്തുനിന്ന് കൊണ്ടുവരേണ്ടി വന്നു. അരി, വെള്ളത്തിന് വരെ ഷോർട്ടേജ് ഉണ്ടായി പല സ്ഥലങ്ങളിലും. അഗ്രികൾച്ചറിന്റെ ഒരു പാർട്ടിനെ സഹായിക്കുന്ന സമയത്ത് നമ്മൾ വേറെ പല സ്ഥലങ്ങളിലും പ്രഷർ ബിൽഡ് ചെയ്ത് ഇത് ഇൻഡയറക്ട്ലി എല്ലാ ആളുകളെയും ബാധിക്കുന്നുണ്ട്. പക്ഷെ എല്ലാ പോളിസിക്കും ജയിക്കുന്ന ആളുകളും ഉണ്ട്, ട്രേഡ് ഓഫ്സും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. മൂന്നാമത്തെ എന്ന് പറയുന്നത് ഒരു ഗ്രീനർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമുക്ക് ബിൽഡ് ചെയ്യാം. ചിലപ്പോൾ ഇതൊക്കെ ശരിയായിരിക്കും, പക്ഷേ ലൈഫ് സൈക്കിൾ എമിഷൻസ്, മണ്ണിനടിയിലുള്ള വെള്ളം, ഇങ്ങനെ ഒരു ഊർജ്ജം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ആക്ച്വലി നമുക്ക് ഇതിന് കൂടുതൽ എവിഡൻസ് വേണം, കൂടുതൽ റിസർച്ച് വേണം. ഇത് വാലിഡേറ്റ് ചെയ്യാൻ നമുക്ക് കൂടുതൽ സമയം വേണം. ഗവൺമെന്റ് നമ്മുടെ മുമ്പിൽ 3 പ്രോമിസ് കൊണ്ടുവന്നു. 3 നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. 3നും ഡിഫറന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് നമുക്ക് കിട്ടിയത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള എത്തനോൾ ട്രാൻസിഷൻസ് നമ്മുടെ ഇന്ത്യ അച്ചീവ് ചെയ്തു. എല്ലാ ട്രാൻസിഷനും എല്ലാ കൺട്രീസിനോടും ചോയ്സ് മേക്ക് ചെയ്യാനായിട്ട് പറയും. ആൻഡ് ഈ ചോയ്സ് ഒന്നും അത്ര ഈസി അല്ല മെഷർ ചെയ്യാൻ. പലതും വർഷങ്ങൾ എടുക്കും. പ്രോഗ്രസ് ഒരിക്കലും ഫ്രീ അല്ലല്ലോ. എല്ലാ നേഷനിലും നടക്കുന്ന ട്രാൻസിഷൻസ് ബെനിഫിറ്റ് ഉണ്ടാക്കും, കോസ്റ്റ് ഉണ്ടാവും, അതിന് ട്രേഡ് ഓഫ്സും ഉണ്ടാവും. ഒരു കൺട്രിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന മുമ്പിലേക്ക് പോകുന്ന കാര്യം മാത്രമല്ല, നമ്മുടെ വരും തലമുറയ്ക്ക് നമ്മൾ എന്ത് ബാക്കി വെച്ചിട്ട് പോകുന്നു എന്നുള്ളതുകൊണ്ട്. എല്ലാ പ്രാവശ്യവും ഒരു പമ്പിൽ പോയി പെട്രോൾ അടിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി പെട്രോളിന് മാത്രമാണ് പൈസ കൊടുക്കുന്നത്. നമുക്ക് ആദ്യം മുതൽ തുടങ്ങാം. നമ്മളൊരു കാർ മേടിക്കുന്ന ദിവസം, ഒരു 10 ലക്ഷം രൂപയുടെ ഒരു കാർ മേടിക്കുന്ന സമയം നമ്മളൊരു 11 ലക്ഷത്തി സംതിങ് രൂപ കൊടുക്കും. റോഡ് ടാക്സ്, ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ, ഫാസ്ടാഗ്, HSRP, ഡീലർ ചാർജസ് എല്ലാം കൂടെ ആടായി അത്ര തന്നെ ആവും. ഈ വണ്ടി റോട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് വണ്ടീനെ കാട്ടി 1 ലക്ഷത്തിന് സംതിങ് രൂപ നമ്മൾ ഓൾറെഡി ടാക്സ് ആയിട്ട് കൊടുക്കുകയാണ്. ഇനി 1 ലിറ്റർ പെട്രോൾ നമ്മുടെ വണ്ടിയിൽ നമ്മൾ അടിക്കുകയാണെന്ന് വിചാരിക്കുക. ഇന്നത്തെ വില പ്രകാരം 114 രൂപ. അതിൽ 68 രൂപയാണ് പെട്രോൾ, 13 രൂപ സെൻട്രൽ ടാക്സ്, 27 രൂപ സ്റ്റേറ്റ് ടാക്സ്, 4 രൂപ ഡീലർ ചാർജ്, 3 രൂപ അഡീഷണൽ ലെവീസ് ആയിട്ട് സ്റ്റേറ്റ് എടുക്കും. 40 to 45 റുപ്പീസ് നമ്മൾ രണ്ടാമത്തെ ടാക്സ് അടയ്ക്കുകയാണ് 1 ലിറ്റർ പെട്രോളിന്. ഇനി ഇതെല്ലാം കൂടെ ഒരു വർഷം ആവറേജ് ചെയ്യുന്ന സമയത്ത് ആവറേജ് ഒരു കാർ ഓണർ ഏകദേശം 91,200 രൂപ പെട്രോൾ അടിക്കുന്നുണ്ട് എല്ലാ വർഷവും. ഇൻഷുറൻസ് ഒരു 14,000 രൂപ, മെയിൻ്റെനൻസ് ഒരു 10,000 രൂപ, ടയർ, ബാറ്ററി എന്തെങ്കിലും ചാർജ് ചെയ്യണമെങ്കിൽ, പാർക്കിംഗ് എല്ലാം കൂടെ ചേർത്ത് ഒരു 13 രൂപ. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു 1,28,200 രൂപയാണ് ഒരു ആവറേജ് പേഴ്സൺ കാറിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ഇതിൽ ആലോചിക്കണം 70% ഫ്യൂവലിന് വേണ്ടി മാത്രം പോവുകയാണ്. ഒരാൾ പമ്പിൽ പോയി 2,000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്ന സമയത്ത് 740 രൂപ ടാക്സ് കൊടുക്കുകയാണ്. ഡ്രൈവിംഗിന്റെ റിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പമ്പിൽ അടിക്കുന്ന പെട്രോളിന്റെ പ്രൈസ് മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആഡ് ഓൺ ആവുന്ന എല്ലാ ഡിസിഷനും നമ്മൾ പ്രൈസ് കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം ടോപ്പ് ചെയ്യാനായിട്ട് ഇന്ന് നമുക്ക് എത്തനോൾ എന്ന് പറഞ്ഞ് പെട്രോളിൽ ലോസ് വരുന്നുണ്ട്. നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട് പെട്രോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ എക്സ്പെൻസീവ് ആവുന്നതെന്ന്. ഒരു ബെറ്റർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഇത്രയും പൈസ കൊടുക്കുന്നത് എന്തിനാണ്? ഇന്ത്യ അല്ല ആദ്യത്തെ കൺട്രി ഒന്നും. നമുക്ക് മുമ്പ് എത്തനോൾ ട്രൈ ചെയ്ത ഒരുപാട് കൺട്രീസ് ഉണ്ട്. ചിലത് സക്സസ്ഫുൾ ആയി, ചില ആളുകൾ വേറെ വഴികളിലേക്ക് പോയി. പക്ഷെ എല്ലാ കൺട്രീസും ഒരു ലെസൺ ബാക്കി വെച്ചിട്ടാണ് പോയത്. ബ്രസീൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വർഷങ്ങൾക്ക് മുമ്പേ ഇത് തുടങ്ങി. പതുക്കെയാണ് അവിടെ ട്രാൻസിഷൻ നടന്നത്. അവിടുത്തെ വെഹിക്കിൾസിന്റെ എവല്യൂഷനും ഗ്രാജുവലി ആയിരുന്നു. കൺസ്യൂമേഴ്സിന് ആദ്യം മുതലേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫ്യൂവൽ വെഹിക്കിൾസ് അവിടെ കോമൺ ആയി തുടങ്ങി. ആക്ച്വലി പീപ്പിൾ അഡാപ്റ്റ് ചെയ്ത് ഭയങ്കര സമയം എടുത്തിട്ടാണ്. ഇനി US വരുന്ന സമയത്ത് US ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു ചോളത്തിൽ. അവർ വലിയൊരു എത്തനോൾ ഇൻഡസ്ട്രി തന്നെ ഇതിനെ ബാക്ക് ചെയ്ത് ബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭയങ്കര ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ഫുഡ് പ്രൈസുകൾ കൂടി, സബ്സിഡീസ് മാറി, എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ
ആക്ച്വലി ഒന്നിരുന്ന് നല്ലപോലെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. കാരണം അവരുടെ ഡിസ്കഷൻ ഇപ്പോഴും തീർന്നിട്ടില്ല. ഒരുപാട് യൂറോപ്യൻ കൺട്രീസ് ഒരു സൊല്യൂഷനിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതിന് പകരം പലരും ഡൈവേഴ്സിഫൈ ചെയ്ത് ഇലക്ട്രിക് വെഹിക്കിൾസ്, ഹൈഡ്രജൻ, ബയോഫ്യൂവൽ, പബ്ലിക് ട്രാൻസ്പോർട്ട് പല വഴികൾ ചൂസ് ചെയ്തു അവരും. ഇതിൽ നിന്ന് ഇന്ത്യ എന്ത് പഠിക്കണം? ആദ്യമായിട്ട് ആളുകൾക്ക് അഡാപ്റ്റ് ചെയ്യുന്നതിലും പെട്ടെന്നായിട്ട് നമ്മൾ ഒരിക്കലും ട്രാൻസിഷൻ ചെയ്യരുത്. കൺസ്യൂമേഴ്സിന് ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. ഗവൺമെന്റ് ഇന്റന്റ് ചെയ്യാത്ത കോൺസിക്വൻസുകൾ ഉണ്ടാവും ട്രാൻസിഷന്റെ എവല്യൂഷൻ സമയത്ത്. അതിനെ നമ്മൾ കോൺസ്റ്റന്റ്ലി മെഷർ ചെയ്യാൻ റെഡി ആയിരിക്കണം. പോളിസീസിൽ വരേണ്ട ചേഞ്ചസ്, ആളുകൾക്ക് വരുന്ന ഇമ്പാക്ട് മനസ്സിലാക്കി അവരത് ചേഞ്ച് ചെയ്യാൻ റെഡി ആവണം. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആദ്യമായിട്ട് നമ്മുടെ വണ്ടി ഏതാന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വണ്ടി ഒഫീഷ്യലി സർട്ടിഫൈഡ് ആണോ E20ക്ക് വേണ്ടി? പണ്ടത്തെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ചിന്തിച്ച് സമയമൊന്നും കളയല്, അഡ്ജസ്റ്റ്മെന്റ്സ് നേരത്തെ നടത്തുക. കാരണം പ്രശ്നം വന്നതിന് ശേഷം നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന പൈസ നഷ്ടം ഇച്ചിരി കൂടുതലായിരിക്കും. E20ക്ക് കമ്പാറ്റബിൾ ആയിട്ടുള്ള രീതിയിലുള്ള നെസസറി ചേഞ്ചസ് വണ്ടിയിൽ വരുത്തുക. ഇത് കൊറോഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് ലാഭം ഉണ്ടാവും. രണ്ടാമതായിട്ട് ഒരുപാട് ദിവസം വണ്ടി എടുക്കാതിരിക്കരുത്. കാരണം എത്തനോള് വാട്ടർ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് 2 ലെയർ ആയിട്ട് സ്പ്ലിറ്റ് ആവും. ഒന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ആകത്തില്ല. കാരണം എത്തനോളിന് വേണ്ടുന്ന സ്പാർക്ക് ഒന്നും നമ്മുടെ കാറിനകത്തില്ല. 2 ഇൻസൈഡിൽ നിന്ന് തന്നെ നമ്മുടെ ടാങ്ക് കൊറോഡാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വണ്ടി എടുക്കാതിരിക്കരുത്. മൂന്നാമതായിട്ട് എല്ലാ റെസീപ്റ്റും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമ്മൾ കീപ്പ് ചെയ്യുക. കാരണം ഗവൺമെന്റും ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. നാളെ ഇവരെന്തെങ്കിലും ഒരു റിലീഫ് പ്രോഗ്രാം പോലെയൊക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ബില്ലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് റീക്ലെയിം ചെയ്യാൻ പറ്റും. ആ സമയം നിങ്ങളുടെ കയ്യിൽ പ്രൂഫ് വേണം. E20യുടെ കമ്പാറ്റബിലിറ്റിയും ലോങ് ടേം മെയിൻ്റനൻസിനെയൊക്കെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ആക്ച്വലി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിന്റെ ഇൻഷുറൻസും വാറന്റിനെയൊക്കെ പറ്റിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. E20 വെച്ചിട്ട് മാത്രം ഒരു ഇൻഷുറൻസ് ക്ലെയിം ഒന്നും ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. അത് മാനുഫാക്ചർ വാറന്റീസിന് അഗൻസ്റ്റ് ഒന്നും അല്ല. പക്ഷെ ഇതേ സമയം മോട്ടോർ പോളിസി ജനറലി എക്സ്ക്ലൂഡ് ചെയ്യുന്നത് മെക്കാനിക്കൽ ബ്രേക്ക് ഡൗണും വേർ ആൻഡ് ടയർ ലോങ് ടേമിൽ ഉണ്ടാവുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കവറേജ് ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ഡാമേജ് ഉണ്ടായത്, അതേപോലെ പോളിസിന്റെ ടേംസിന്റെയും ബേസിലാണ്. എന്റെ റിസർച്ചും അത് തന്നെയാണ് കാണിക്കുന്നത്. ന്യൂസിലൊക്കെ കാണുന്ന പോലെ E20 ക്ലെയിംസ് ഒന്നും അങ്ങനെ ഡിനൈ ചെയ്തിട്ടൊന്നുമില്ല. അതിനുള്ള എവിഡൻസ് ലാക്ക് ചെയ്യാണ്. ഇത് ആക്ച്വലി ഒരു ഏരിയ ഓഫ് അൺസർട്ടനിറ്റി ആണ്. ഇതിനൊരു ലീഗൽ കൺക്ലൂഷൻ ഒന്നും ഇതുവരെ ഒരു കോടതിയും വെച്ചിട്ടൊന്നുമില്ല. ഇതിനെല്ലാത്തിനും പുറമെ നമ്മുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സർവീസ് സെന്ററിൽ പോയിട്ട് നമ്മൾ ഇതിനെ പറ്റിയിട്ട് കൺസൾട്ട് ചെയ്യാൻ റെഡി ആവണം. നാലാമതായിട്ട് E20 ഒരിക്കലും അവസാനമൊന്നുമല്ല. E27 ഓൾറെഡി ഇവാലുവേഷനിലാണ്. പോളിസീസ് മാറും, വെഹിക്കിൾസ് മാറും, ടെക്നോളജി ഇവോൾവ് ആവും. നമ്മൾ എത്രത്തോളം ഇൻഫോംഡ് ആണോ അത്രത്തോളം ബെറ്റർ പ്രിപ്പയർഡ് ആയിരിക്കും അടുത്ത എന്ത് നമ്മുടെ മുമ്പിൽ വന്നാലും. കാരണം ഫ്യൂച്ചർ ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. കഴിഞ്ഞ കുറച്ച് മിനിറ്റുകളായിട്ട് നമ്മൾ പ്രോമിസുകൾ കണ്ട്, പ്രോഗ്രസ് കണ്ട്, കോസ്റ്റ് കണ്ട്, ട്രേഡ് ഓഫ് കണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ ചില കാര്യങ്ങൾ ആക്ച്വലി ഫ്യൂച്ചറിലെ നമുക്ക് അറിയാൻ പറ്റും എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു ശക്തിയുള്ള രാജ്യം ഉണ്ടാക്കിയെടുക്കുന്നത് ചോയ്സിനെ അവോയ്ഡ് ചെയ്തിട്ടല്ല, ഇൻഫോംഡ് ആയിട്ടുള്ള ചോയ്സുകൾ എടുക്കുമ്പോഴാണ്. ഇതൊരിക്കലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന അവസാനത്തെ ട്രാൻസിഷൻ ഒന്നുമല്ല. നാളെ ചിലപ്പോൾ ഇത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആയിരിക്കാം, ഹൈഡ്രജൻ വെഹിക്കിൾ ആയിരിക്കാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരാം, ടെക്നോളജീസ് നമ്മൾ ഇന്ന് കേട്ടിട്ടോ ഇമാജിൻ പോലും ചെയ്യാത്തതൊക്കെ വന്നേക്കാം. പക്ഷെ ഈ ഓരോന്നും വരുന്ന സമയം നമ്മുടെ അടുത്ത് ചൂസ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. എല്ലാ ജനറേഷനെ നമ്മൾ ഓർക്കുന്ന അവര് മുമ്പെടുത്ത ചോയ്സുകൾ വെച്ചിട്ടാണ് നാളെ നമ്മളൊക്കെ ചരിത്രമാവുന്ന സമയത്തും ആളുകൾ നമ്മളെ ജഡ്ജ് ചെയ്യാൻ പോകുന്ന എത്ര ബുദ്ധിപരമായിട്ട് നമ്മൾ ചോയ്സുകൾ എടുത്തു എന്നുള്ളത് വെച്ചിട്ടായിരിക്കും. ഈ വീഡിയോയ്ക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഞങ്ങളുടെ ടീം ചെയ്തു എന്നുള്ള വിശ്വാസത്തിൽ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.